നമ്മൾ സോളിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, സോളിഡ്സ് നമ്മൾ വരയ്ക്കുക 2 or 3 സ്റ്റെപ്പായിട്ട് HP ആയിട്ടുള്ള ഇൻക്ലിനേഷനും. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുക ഒരു ബേസ് ഫിഗർ നമ്മൾ വരയ്ക്കണം. അതായത് ബേസ് HP വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ബേസ് VP വരുന്ന രീതിയിൽ നമ്മൾ ഏതാണ് ഫിഗർ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഫിഗർ നമ്മൾ ആദ്യം വരയ്ക്കണം. ഓക്കെ, ഈ ബേസ് ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്യുന്നു. പിന്നെ അടുത്ത കേസിലാണ് HP ആയിട്ടോ VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ്, അതായത് ആദ്യം ബേസ് ഫിഗർ വരക്കും, എന്നിട്ട് അടുത്ത ഒരു റെഫറൻസ് പ്ലെയിനുമായിട്ടുള്ള ആംഗിൾ മാർക്ക് ചെയ്യും, പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് രണ്ടാമത്തെ റെഫറൻസ് പ്ലെയിൻ ആയിട്ടുള്ള ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുക, പ്രോബ്ലം ഒരു സ്ക്വയർ പ്രിസം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതൊരു സ്ക്വയർ പ്രിസമാണ്. ഈ സ്ക്വയർ പ്രിസത്തിന്റെ കേസിൽ HP റെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇത് ഫസ്റ്റ് ബേസ് ഫിഗർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP വരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ബേസ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. ഇനി ഇതിനെ നെയിം ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെയിം ചെയ്യുന്നതാണ്. നെയിം ചെയ്യുന്നത് നമ്മൾ വളരെ കറക്റ്റായിട്ട് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നെയിം ചെയ്യുന്നിടത്ത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ റോങ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന് എത്ര എഡ്ജ് ഉണ്ടോ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ പ്രിസം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയർ പ്രിസത്തിന് 8 എഡ്ജസ് ഉള്ളത്. ഈ ടോപ്പിൽ 4 എഡ്ജസ് ഉണ്ടാവും, അതേപോലെ ബോട്ടത്തിലും 4 എഡ്ജസ് ഉണ്ടാവും. ഈ ടോപ്പിലുള്ള 4 എഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, A1 2 3 4 എന്ന് നമ്മൾ നെയിം ചെയ്യാണ്. ഓക്കെ, അതേപോലെ ബോട്ടത്തിലുള്ളതിനെ നമ്മൾ ABCD എന്ന് നമ്മൾ നെയിം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെയിമിംഗ് വരിക ഇങ്ങനെയായിരിക്കും. നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ. അതായത് ടോപ്പിലുള്ളത് ABCD എന്ന് നെയിം ചെയ്യാണ്, അതേപോലെ ബോട്ടത്തിലുള്ളത് 1 2 3 നെയിം ചെയ്യാണ്. അതായത് ഈ ടോപ്പിലുള്ള ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് A ആണ്. അതിൻ്റെ നേരെ താഴെ ഇത് A, then B, then this edge C, then this edge D. Similarly, this is 1, this is 2, this is 3, this is 4. അപ്പോൾ ഇതിൻ്റെ കേസിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, A എഡ്ജ് നമുക്ക് വിസിബിൾ ആയിരിക്കും, അതിന് നേരെ താഴെയാണ് 1 ഉണ്ടാവുക. അപ്പോൾ ഈ 1 ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് ഈ എഡ്ജിനെ നമ്മൾ A ബ്രാക്കറ്റിലാണ് 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമിലർലി ബിൻ്റെ നേരെ താഴെയാണ് 2 ഉണ്ടാവുക, B ബ്രാക്കറ്റിൽ 2. ദെൻ സിന് നേരെ താഴെ 3 ഉണ്ടാവുക, C ഇൻ ബ്രാക്കറ്റ് 3 ആൻഡ് D ഇൻ ബ്രാക്കറ്റ് 4. ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക. ഇപ്പോൾ ഇവിടെ 8 എഡ്ജായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂവിൽ ഇവിടെ വരച്ചിട്ടുള്ള ഈ സ്ക്വയറിൽ ആക്ച്വലി ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 4 പോയിന്റ് ഉണ്ട്. ഈ 4 പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോർണറിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, മറിച്ച് ഹൈറ്റിൽ വരുന്ന ആ ലോങ്ങർ എഡ്ജ്, അതായത് ഈ 4 ലോങ്ങർ എഡ്ജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ ഈ 4 ലൈൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ഈ 4 ലൈൻസ് എന്ന് പറയുന്നത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു എഡ്ജിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു പ്ലെയിനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ ഈ വെർട്ടിക്കലായിട്ട് വരുന്ന ആ ഒരു റെക്ടാങ്കുലർ ഫേസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഈ ഒരു റെക്ടാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണെന്ന് നോക്കിയേ, AD41. അതായത് AD41 എന്ന് പറയുന്ന ഈ റെക്ടാങ്കുലർ ഫേസ്, ഈ ഒരു റെക്ടാങ്കുലർ ഫേസിനെയാണ് നമ്മൾ ആ ഒരു ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേ രൂപത്തിൽ നമുക്ക് വേറെ ഉള്ളതും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരക്കാണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു VP ഉണ്ട് കേട്ടോ. VP നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ VP നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഏതാ കാണുക, ഈ ഒരു റെക്ടാങ്കുലർ ഫേസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. ബാക്കിയുള്ള അതിൻ്റെ നേരെ ബാക്കിലുള്ള നമുക്ക് അതിൻ്റെ നേരെ ബാക്കിലാണ് വരിക. പക്ഷേ ഇതൊക്കെ VPക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കത് വ്യൂ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമുക്ക് കാണുക ഒരു റെക്ടാങ്കിൾ ആണ് നമുക്ക് കാണുക. ആ റെക്ടാങ്കിൾ നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഈ റെക്ടാങ്കിളിൻ്റെ ഈ ഹൈറ്റ് ആയിരിക്കും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിനെ നെയിം ചെയ്യുക എന്നുള്ളതാണ്. നെയിം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഇത് A ആണ്,
ഇത് ബി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട് വ്യൂവിന് വേണ്ടി ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ടോപ്പിൽ ഉണ്ടാവുന്ന എന്റെ നേരെ ബാക്കിലാണ് ബി വരിക. അപ്പോൾ എ വിസിബിൾ ആയിരിക്കും, ബി ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ ടോപ്പിലുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, എ ബ്രാക്കറ്റിൽ ബി എന്നായിരിക്കും നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷ് ബ്രാക്കറ്റിൽ ബി ഡാഷ്. പക്ഷെ നമ്മൾ ഇനി ഈ ഒരു ഫിഗർ ഒന്നും നോക്കിയിട്ടല്ല, 3D ആയിട്ടുള്ള ഫിഗർ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോപ്പ് വ്യൂ നമ്മൾ സ്ക്വയർ ആണ് വരച്ചിട്ടുള്ളത്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, സ്ക്വയർ ത്തിനകത്ത് 8 എഡ്ജുണ്ട്. ആ 8 എഡ്ജിൻ്റെ മേലുള്ളത് നമ്മൾ എ ബി സി ഡി എന്ന് നെയിം ചെയ്യുന്നു. ദെൻ അതിൻ്റെ താഴെ, നേരെ താഴെ ഒരു 4 കോർണർ ഉണ്ടാവും. ആ 4 കോർണറിന് എന്താണ് 1 2 3 4 എന്ന് നെയിം ചെയ്യാണ്. അത് താഴെ ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റിൽ ഇടുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റിനെ, താഴെയുള്ള ഈ സ്ക്വയർ ടോപ്പ് വ്യൂവിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വ്യൂ ചെയ്യുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഈ ടോപ്പ് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോഴുള്ള വ്യൂ ആണ് ആക്ച്വലി ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഈ എയും ബിയും ടോപ്പിലുള്ളതല്ലേ. അപ്പോൾ എന്റെ നേരെ ബാക്കിലല്ലേ ബി വരിക. അപ്പോൾ ഈ ടോപ്പിലുള്ളത് എ ഡാഷ് ബി ഡാഷ്. ഓക്കെ, അതേപോലെ ഡിന്റെ നേരെ ബാക്കിലാണ് സി വരിക. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റിന്റെ പുറത്തായതുകൊണ്ട് മനസ്സിലാക്കുക, അത് ടോപ്പിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതിയത്. അപ്പോൾ ഡി ഡാഷ് ബ്രാക്കറ്റിൽ സി ഡാഷ്. ഇനി ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയതൊക്കെ എന്താണ്, താഴെയുള്ള, അതായത് ബേസിലുള്ള കോർണേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ബേസിലുള്ള കോർണേഴ്സ് നമുക്ക് പറയുമ്പോൾ ഈ 1ന്റെ നേരെ ബാക്കിലാണ് 2 വരിക ഫ്രണ്ട് വ്യൂവിൽ. അപ്പോൾ ഈ എഡ്ജ് എന്ന് പറയുന്നത് 1 ഡാഷ് ബ്രാക്കറ്റിൽ 2 ഡാഷ് ആയിരിക്കും. ദിസ് എഡ്ജ് വിൽ ബി 4 ഡാഷ് ബ്രാക്കറ്റിൽ 3 ഡാഷ് എന്നായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിഗർ വരയ്ക്കുന്ന നെയിം ചെയ്യുന്നത്. ഈ നെയിം ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കൺസെപ്റ്റ് എല്ലാം സിമ്പിളാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇത് ഞാൻ പ്രോബ്ലം ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മളെടുത്തത് HP ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിലെ ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു HP ആയിരിക്കും അല്ലേ. ഇവിടെ ആയിരിക്കും ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ആയിരിക്കും. ഇനി നമ്മൾ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അത് എങ്ങനെയാണോ തരുന്നത്, കണ്ടീഷൻ തരുന്നത്, അത് നമ്മളങ്ങ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന നേരെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനിൽ ചെരിച്ചങ്ങോട്ട് വരയ്ക്കുക. നെയിമിംഗ് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ഡാഷ് 3 ഡാഷിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെരിച്ചങ്ങോട്ട് വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എല്ലാ എഡ്ജസിൽ നിന്നും താഴോട്ട് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനിൽ, ഇപ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ വരച്ചു, തന്നിട്ടുള്ള എങ്ങനെയാവാം. ഓക്കെ, ജനറലായിട്ട് നമ്മൾ പറയാൻ പോകണം. ഇതിനകത്തുള്ള എല്ലാ എഡ്ജസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് ലൈൻ വരയ്ക്കാം. അതേപോലെ ഇവിടുത്തെ ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് എല്ലാ എഡ്ജസിൽ നിന്നും നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കിയേ. ഇപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന വരുന്ന ലൈന് ഇതാണ്, ഇവിടുന്ന് 1ൽ നിന്ന് വരുന്ന ലൈൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ആക്ച്വലി 1 എന്ന് പറയുന്നത്. ശരിയല്ലേ? അതേപോലെ 2ൽ നിന്ന് വരുന്ന ലൈന് ഇതാണ്, ഇവിടുന്ന് 2ൽ നിന്ന് വരുന്ന ലൈന് ഇതാണ്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും 2 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എയിൽ നിന്ന് വരുന്ന ലൈന് ഇതാണ്, ദെൻ ഇവിടുന്ന് എയിൽ നിന്ന് വരുന്ന ലൈന് ഇതാണ്. അവ രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും എ എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പോയിന്റ്സും നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫിഗർ നമുക്ക് വരയ്ക്കണം. ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ട് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ഉള്ളതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂവിനെ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഫ്രണ്ട് വ്യൂ നമുക്കറിയാം. ഈ ഫ്രണ്ട് വ്യൂ നമുക്ക് അറിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് വ്യൂ നമുക്ക് നോക്കണം. ഓക്കെ, ഈ ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ളത് തിക്ക് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യണം, ഇൻവിസിബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് കൺസെപ്റ്റ് ഞാൻ കറക്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരും. ആ സ്റ്റെപ്പ് ഏത് പ്രോബ്ലത്തിനും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇവിടെ ഇതെങ്ങനെ വരച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാ പോയിന്റ്സും കിട്ടിയിട്ടില്ലേ, 1 2 3 4 ദെൻ എ ബി സി ഡി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഔട്ടർ ആയിട്ടുള്ള എഡ്ജ് തിക്കായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അത് എല്ലാ സോൾഡിൻ്റെ കേസിലും സെയിം ആയിരിക്കും. ഇപ്പം നോക്കിയേ, 1 2 ദെൻ 3 ബി സി ഡി എ 4 1. ഇതാണ് ഇവിടെ ഔട്ടർ ആയിട്ട് വരുന്നത്. ഈ ഔട്ടർ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വരയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, പ്രിസത്തിന്റെ കേസിൽ 2 ബേസ് ഉണ്ടാവും, ഒരു ബേസും ഉണ്ടാവും, ഒരു ടോപ്പും ഉണ്ടാവും. ഓക്കെ, ഇത് 2 സെയിം ഷേപ്പ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഈ 2 ഷേപ്പും നമ്മൾ ആദ്യം നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ബേസ് ഏതാണ്, 1 2 3 4 ആണ്.
ഓക്കെ, നമ്മൾ ആദ്യം നെയിം ചെയ്തിട്ടുള്ള അങ്ങനെയല്ലേ, ABCD ആണ് ടോപ്പ് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് നോക്കണേ, ഈ ABCD എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കും, 1 2 3 4 എന്ന് പറയുന്നത് താഴെ വരുന്നത് ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCD നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് തിക്കായിട്ട് നമ്മൾ വരയ്ക്കണം. തിക്കായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഔട്ടർ എഡ്ജ് വരച്ചിട്ടുണ്ടാവും, അത് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഈ ലൈന് നമുക്ക് വരയ്ക്കാം. ഓക്കെ, പിന്നെ ഈ 1 2 3 4 എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡോട്ടഡ് ആക്കി വരയ്ക്കണം. ഡോട്ടഡ് ആക്കി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി നമ്മൾ ഔട്ടർ എഡ്ജ് വരച്ചിട്ടുണ്ട്, അത് മാറ്റി വരയ്ക്കാൻ പാടില്ല. അതിൻ്റെ ബാക്കിയുള്ളത് ഈ 3 4 3 4 എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ ഡോട്ടഡ് ആക്കി വരയ്ക്കുന്നു. ഓക്കെ, ഇനി ബാക്കി നമ്മൾ നോക്കേണ്ടത് ഈ ഹൈറ്റിൽ വരുന്ന എഡ്ജസ് ആണ്. ഹൈറ്റിൽ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇപ്പോൾ ഈ A1 എന്ന് നമ്മൾ ഇവിടെ നെയിം ചെയ്തിട്ടില്ലേ ഇവിടെ, അതിൻ്റെ അർത്ഥം A1 എന്ന് പറയുന്നതാണ് ഇവിടെ ഹൈറ്റിൽ വരുന്ന ലോങ്ങർ എഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ B2 C3 D4 ഈ 4 എഡ്ജസ്സാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കിയേ, A1 ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, B2 ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, C3 കണക്ട് ചെയ്തിട്ടുണ്ട്, D4 ഇതൊക്കെ നമ്മൾ ഔട്ടർ എഡ്ജ് വരച്ച സമയത്ത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിസിബിലിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എല്ലാത്തിൻ്റെ കേസിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. ആദ്യം വരയ്ക്കേണ്ടത് ഈ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചാൽ മതി. ആദ്യം വരയ്ക്കേണ്ടത് ഔട്ടർ എഡ്ജ് തിക്കായിട്ട് വരിക. രണ്ടാമത് പ്രിസം ആണെങ്കിൽ ബേസും ടോപ്പും നോക്കുക, അത് രണ്ടും വിസിബിലിറ്റി നോക്കിയിട്ട് കണ്ടിന്യൂസ് ആണോ ഡോട്ടഡ് ആണോ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി പിരമിഡ് ആണെങ്കിൽ ബേസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് പ്രിസം ആണെങ്കിൽ അടുത്തത് ലോങ്ങർ എഡ്ജസ് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ടാവും, നെയിം ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കണം. ലോങ്ങർ എഡ്ജസ് നോക്കുക. സ്ക്വയറോ റെക്ടാങ്കിൾ പ്രിസം ആണെങ്കിൽ 4 എണ്ണം ഉണ്ടാവും. ഓക്കെ, പെന്റഗൺ ആണെങ്കിൽ 5 ലോങ്ങർ എഡ്ജസ് ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ നോക്കുക. ഇനി പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ലാൻഡ് എഡ്ജസ് നമ്മൾ നോക്കുക. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത് VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്യണം. VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? HP-യിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ലൈൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ 45 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് VP-യിലാണ്. VP-യിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏതുമായിട്ടുള്ള ഇൻക്ലിനേഷനാണ്? HP ആയിട്ടുള്ള ഇൻക്ലിനേഷനാണ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഇനി അടുത്ത് നമ്മൾ ഇൻക്ലിനേഷൻ വിത്ത് VP നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് HP-യിലാണ്. ആ HP-യിൽ നമ്മൾ എന്ത് ചെയ്യാണ്, തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടുള്ള VP ആയിട്ടുള്ള ഇൻക്ലിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക, അത് നേരെ തിരിച്ചങ്ങോട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കറസ്പോണ്ടിങ് നെയിംസ്. നമ്മൾ അതേപോലെ ഇവിടെ ചെയ്തിട്ടുള്ള അതേ നെയിമിങ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെയുള്ള ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പ്രൊസീജിയർ ചെയ്യാം. അതായത് എല്ലാ എഡ്ജസിൽ നിന്നും വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഈ സെക്കൻഡ് ഫിഗർ ആയിട്ടുള്ള ഈ ഫിഗറിൽ നിന്ന് എല്ലാ പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. ഓക്കെ, കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് എല്ലാ പോയിന്റ്സും നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഔട്ടർ എഡ്ജസ് തിക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഔട്ടർ എഡ്ജസ് തിക്കായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഇതിനെ ടോപ്പ് വ്യൂവിനെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണല്ലോ, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇവിടെയുള്ള ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഔട്ടർ എഡ്ജസ് തിക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഈ അവിടെ ഔട്ടർ എഡ്ജസ് ഏതാണ്? 1 A B C 3 4 1 ഇതാണ് ഔട്ടർ എഡ്ജ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് നോക്കണം. ബേസും ടോപ്പും ഉണ്ട്. ബേസും ടോപ്പിൽ ഒന്ന് ABCD ആണ്, ഒന്ന് 1 2 3 4 ആണ്. അപ്പോൾ ഇവിടെ ഈ താഴെ നിന്ന് ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ABCD എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ളതാണല്ലോ. അപ്പോൾ ABCD എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ABCD എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. ഇനി ഈ 1 2 3 4 എന്ന് പറയുന്നത് എന്താണ്? ഇൻവിസിബിൾ ആണ്. ഓക്കെ, അത് ഇൻവിസിബിൾ ആണെങ്കിൽ അത് ബാക്കിലായതുകൊണ്ട് ഇൻവിസിബിൾ ആയിരിക്കും. അത് ഇൻവിസിബിൾ ആയതുകൊണ്ടാണ് ഈ 1 2 3 4 നമ്മൾ ഡോട്ടഡ് ആക്കി വരച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, എഡ്ജസ് നോക്കണം. എഡ്ജസ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ A1 ഉണ്ട്. A1 ഓൾറെഡി ഇവിടെ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി B1 B2 ഉണ്ട്. B2 നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഈ B2 എന്ന് പറയുന്ന എഡ്ജ് ഇവിടെ അല്ലേ വരുന്നത്, അത് ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ B2 എന്ന് പറയുന്നത് നമ്മൾ ഡോട്ടഡ് ആക്കിയിട്ട് വരയ്ക്കണം. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് കണക്ട് ചെയ്യാനുണ്ടാവുക C3 നമ്മൾ ഓൾറെഡി ഔട്ടർ എഡ്ജ് വരച്ച സമയത്ത് വരച്ചിട്ടുണ്ടാവും. ഇനി D4 ഉണ്ടാവും. D4 നോക്കിയേ, നമ്മൾ ഇവിടെ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് കണ്ടോ, D4 അതിൻ്റെ അടുത്തുള്ളതാണ്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കണ്ടോ, ഇതാണ് 4,
ഇതാണ് ഡി. അപ്പോൾ അത് വിസിബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂസ് ലൈനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലവും നമുക്ക് ചെയ്യാവുന്നതേ